ഇപ്പം അങ്ങയെ കാണാൻ വരുന്നവരെ സ്വീകരിക്കുന്നതിലും അവർക്ക് ഭക്ഷണം നൽകുന്നതിലും അങ്ങ് കാട്ടുന്ന വലിയ ആതിഥേയ മര്യാദ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് മാതൃകയാക്കാൻ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശീലം അമ്മയിൽ നിന്നാണോ കിട്ടിയത്, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണോ കിട്ടിയത്? അത് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കണം അത് കിട്ടിയത്. കാരണം ഞങ്ങള് കുട്ടികള് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ചില സുഹൃത്തുക്കളോട് കൂടി വീട്ടിൽ ചെന്നാല് വലിയ തോതിൽ സൗകര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത് വെച്ച് പെട്ടെന്ന് തന്നെ അമ്മ അവർക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കും, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഒരു രീതി ചെറുപ്പത്തിലേ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാമെന്നാണ് തോന്നുന്നു. അമ്മയെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. അമ്മ എന്നത് ഒരു കൺകണ്ട ദൈവമാണ്. അങ്ങയുടെ അമ്മയെപ്പറ്റി, ആ ആത്മബന്ധത്തെപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? അമ്മയുടെ വേർപിരിയലാണ് പറയാനുള്ളൊരു ഭാഗം. അതായത് അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സംസാരിക്കും. ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചെറിയ സംസാരത്തിലൊരു വ്യത്യാസം പോലെ തോന്നി. അത് അമ്മയുടെ പിന്നെ ആരോഗ്യസ്ഥിതി പറയുമായിരുന്നു. നല്ല അവശത ഉണ്ടായിരുന്നു അപ്പോൾ. മറ്റൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കാലത്ത് ചടയം ഗോവിന്ദനാണ് സെക്രട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ അവിടെ എത്തി. വീട്ടിലെത്തി. അപ്പോൾ അമ്മ അവിടെ കിടന്നിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിരുത്തി എൻ്റെ ദേഹത്ത് ഇങ്ങനെ ചാരിയിരുന്ന് ലേശം വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചു. അവിടെ കഴിഞ്ഞു. വേണ്ടി അതെ. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം അമ്മ ഏത് നിമിഷവും മരണപ്പെടും എന്നൊക്കെ നമുക്കറിയാലോ. പക്ഷെ ഞാനും വൈഫും മാത്രമേ ആ സമയത്തുള്ളൂ, മറ്റാരുമില്ല. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആളോട് പറയണല്ലോ. പുറത്തിറങ്ങി ഒരാൾ മുമ്പിൽ വന്ന് വിട്ടു, ഒരു നാണു എന്ന് പറയുന്നയാൾ. പക്ഷെ ഒരക്ഷരം വാക്കിങ്ങോട്ട് വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അതങ്ങനെയൊരു ബന്ധമായിരുന്നു.